ബി.ജെ.പിയുടെ കയ്യിൽ അഴിമതിയുടെ കോർപ്പറേറ്റുകളുടെ ശതകോടികളുടെ പണമുണ്ട്. ആ പണം വയനാട് പാർലമെൻറ്റ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നേരിട്ട് അവർ വലിയ രീതിയിലുള്ള സാമ്പത്തികം ഇറക്കിയിട്ടുണ്ട്. ഈ പണം ഇവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനപ്പുറമുള്ളതായിരിക്കുന്ന വലിയ പണമാണ്. ഈ പണം എങ്ങനെ ചെലവഴിക്കും എന്നുള്ളതിനെപ്പറ്റി ഇവർക്ക് കൃത്യതയും വ്യക്തതയില്ല. യഥേഷ്ടം പണമുണ്ട്. അതുകൊണ്ട് ഇവർ തീരുമാനിച്ചു കോളനികളിലേക്ക് കിറ്റ് കൊടുക്കാൻ. അതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് ഇവർ ചെയ്തിരിക്കുന്നത് ഒന്ന് കിറ്റുകൾ. ആ കിറ്റാണെങ്കിലോ ഒരു 200 രൂപയുടെ കിറ്റാണ്. ചിലയിടങ്ങളിൽ ചിലരുടെ കൂടിയുണ്ടാവും. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമിത്ഷായും നേരിട്ട് വെച്ചിരിക്കുന്നൊരു സ്ഥാനാർത്ഥി പാവപ്പെട്ട ആദിവാസി സഹോദരന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി 200 രൂപയുടെ കിറ്റ് കൊടുക്കുന്നതാണ്. ഇതിനേക്കാൾ പരം നാണക്കേട് വല്ലതും ഉണ്ടോ? അതിൽ മുറുക്കാനുണ്ട്, അതിൽ ഹാൻഡ്സ് ഉണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം ഒരു ഭാഗത്തുനിന്ന് കിറ്റ് പോകുമ്പോൾ മറുഭാഗത്തുനിന്ന് മദ്യക്കുപ്പികൾ കൊടുക്കാനുള്ളതായിരിക്കുന്ന ശ്രമം വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊടുത്ത് ആദിവാസി സഹോദരന്മാരുടെ വോട്ടുകൾ മറയ്ക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, വയനാട്ടിലെ ആദിവാസി സഹോദരന്മാർ പ്രബുദ്ധരായ ആളുകളാണ്. സഹോദരന്മാർ വളരെ പ്രബുദ്ധരാണ്. ഇവരുടെ കിറ്റിൻ്റെയും ഇവരുടെ മദ്യത്തിൻ്റെയും ഒക്കെ പിറകിൽ അവരുടെ ജനാധിപത്യ അവകാശത്തെ അങ്ങ് കവർന്നെടുക്കാം എന്നുള്ള ബി.ജെ.പിയുടെ ധാരണ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ നടക്കില്ല. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, ഇത് ബി.ജെ.പിയുടെ ഒരു മിഷനാണ്, ഗൗരവമായിട്ടുള്ളൊരു മിഷനാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ കിറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് അവർ പ്ലാൻ ചെയ്ത് ആലോചിച്ച് നടപ്പിലാക്കിയിട്ടുള്ളൊരു മിഷനാണ്. ഇപ്പോൾ ഞാനിന്നലെ രാത്രി ഒരു 12:30-1 മണിക്കൊക്കെ ഷാലിമാർ സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ ഇതിൻ്റെ വിവരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ ആളുകളെയും അറിയിച്ചു. അവർ വന്ന് പരിശോധിച്ചു, അവർ വന്ന് CCTV പരിശോധിച്ചു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങളൊക്കെ ഈ വിവരം അറിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. ഒരു കാര്യം ഉറപ്പായി, ബി.ജെ.പിയുടെ ആളുകൾ വിളിച്ചത്, ആ സൂപ്പർ മാർക്കറ്റിലേക്ക് വിളിച്ചത് ബി.ജെ.പി. 2, അവിടെ നിന്ന് സാധനം ആവശ്യപ്പെട്ടത് ബി.ജെ.പി. 3, വണ്ടികൾ അറേഞ്ച് ചെയ്തത് ബി.ജെ.പി പ്രവർത്തകർ. അടുത്തത്, ഇത് ഇന്ന കോളനിയിലേക്ക് എത്തിക്കണം, ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കണം എന്നാവശ്യപ്പെട്ടത് ബി.ജെ.പി. അതിൻ്റെ വിതരണത്തിനും അതിൻ്റെ ഡെപ്പോസിറ്റിനും നേതൃത്വം കൊടുത്തതും ബി.ജെ.പി. ഇത് ബി.ജെ.പി നേതൃത്വത്തിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും ഹീനവും ജനാധിപത്യത്തെ നഗ്നമായി ബലാത്കാരം ചെയ്യുന്ന ഏറ്റവും ഹീനമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിനെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകൾക്കുമെതിരായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ആവശ്യമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതികൾ ഞങ്ങൾ നീക്കിക്കഴിഞ്ഞു. വയനാട്ടിലെ ജനങ്ങളെ ബി.ജെ.പി 3-ാം സ്ഥാനത്താണ്. ഇവിടെ 3-ാം സ്ഥാനത്ത് ഒരു കാരണവശാലും ബി.ജെ.പി ജയിക്കില്ല. ബി.ജെ.പിക്ക് കഴിഞ്ഞ തവണത്തെ വോട്ട് പോലും കിട്ടുമോ എന്നുള്ള സംശയമാണ്. അതുകൊണ്ട് കുറേ പണം ചെലവഴിച്ച് വോട്ട് സ്വാധീനിക്കാനുള്ളതായിരിക്കുന്ന ശ്രമം നടത്തുകയാണ്. ആ ശ്രമത്തിൻ്റെ പണത്തിൻ്റെ മേലെ പറക്കുന്നതായിരിക്കുന്ന പരുന്തല്ല വയനാട്ടിലെ ജനാധിപത്യ ബോധം എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും. ഇതിന് വലിയ രീതിയിലുള്ള വിലയും കണക്കും ബി.ജെ.പി പറയേണ്ടി വരും. ഈ ബി.ജെ.പി ജില്ലാ നേതൃത്വം ഇത് നിഷേധിച്ചിട്ടുണ്ട്. എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസും LDF പറയുന്നത്? ഞാൻ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന സംസ്ഥാന നേതാക്കന്മാരും സ്ഥാനാർത്ഥിയും കേന്ദ്ര നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഒന്ന് പറയുന്നതിന് കാത്തു നിൽക്കുക. എൻ്റെ കയ്യിൽ ഇത് ആവശ്യപ്പെട്ട ആളുകളുടെ ഫോൺ നമ്പറും പേരും, വണ്ടി കൊണ്ടുപോയ ആളുകൾ, അവരോട് ആരാണ് ആവശ്യപ്പെട്ടത്, ഇതെവിടെയൊക്കെയാണ് ഇവർ കൊണ്ടുപോയത്, അതിൻ്റെ പരമാവധി വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ വെറുതെ സംസാരിച്ചല്ല, ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ മുഴുവൻ ചുക്കാൻ പിടിച്ചതും നേതൃത്വം കൊടുത്തത് ബി.ജെ.പിയാണ്.